രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിൻകറിനാണ് മേൽനോട്ട ചുമതല. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നിർണായക യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത്? ഹർജ, ഇന്ന് രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതി. ആ പരാതി ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവി അക്കാര്യത്തിൽ നിർദ്ദേശവും നൽകിയതാണ്. ഇപ്പോൾ അതിന് പിന്നാലെ അക്കാര്യത്തിൽ തീരുമാനമായി എടുത്തിരിക്കുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസിലെ ACP VS ദിനരാജാണ് ഈ കേസിന്റെ അന്വേഷണം ഇനി നടത്തുക. അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പല പ്രമാദമായ കൊലപാതക കേസ് ഉൾപ്പെടെ നേരത്തെ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം നർക്കോട്ടിക് ഡിവിഷനിൽ ACP ആയി ജോലി ചെയ്തു വരികയാണ്. ACP VS ദിനരാജായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരം DCP ദീപക് ദിൻകറിനായിരിക്കും ഈ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. ശാസ്ത്രീയ പരിശോധനാ സംഘം, സൈബർ ഡിവിഷൻ ഉൾപ്പെടെയുള്ള വിപുലമായ ഒരു അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇത് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങും. നിലവിൽ വലിയമല പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR അത് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതിനെയും തിരുവനന്തപുരം ACP, അതായത് തിരുവനന്തപുരം നർക്കോട്ടിക് ACP ദിനരാജായിരിക്കും അതിന്റെ അന്വേഷണം നടത്തുക. വളരെ ഗുരുതരമായിട്ടുള്ള BNSലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഈ കേസ് എടുത്തിരുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇതിനോടകം തന്നെ പെൺകുട്ടി പലതരത്തിലുള്ള തെളിവുകൾ, പ്രത്യേകിച്ച് ശബ്ദരേഖ, അതേപോലെ വാട്സ്ആപ്പ് ചാറ്റുകൾ, ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് പോലീസിനെ കൈമാറുകയും ചെയ്തിരുന്നു. അടക്കമുള്ള കാര്യങ്ങൾ ഇനി പ്രത്യേക സംഘം പരിശോധിക്കും. പെൺകുട്ടിയുടെ രഹസ്യമൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ച വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ കേസിന്റെ അന്വേഷണം അതിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. മുഖ്യമന്ത്രി പെൺകുട്ടി നേരിൽ കണ്ട് പരാതി നൽകുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു കൊടുത്തൊരു ഉറപ്പ് ഈ കേസിന്റെ അന്വേഷണം സുതാര്യമായി നടക്കും എന്നുള്ളതാണ്. ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു കാര്യം കൂടി, ഇതിലൊരു വനിതാ ഉദ്യോഗസ്ഥ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. പക്ഷെ അതിലെന്താണ് സ്ഥിരീകരണം? ഇക്കാര്യത്തിൽ, അതായത് ഈ അന്വേഷണ സംഘത്തിൽ വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഇതിന്റെ തുടർ നടപടികളടക്കം എടുക്കുക അത് വനിതാ ഉദ്യോഗസ്ഥയായിരിക്കും. അത് ആര് എന്നുള്ളത് നോക്കും. മാത്രവുമല്ല, നിലവിൽ ഇപ്പോൾ ഈ VS ദിനരാജിനെ അന്വേഷണ ഉദ്യോഗസ്ഥനാക്കിയത് ഇതിന്റെ ശാസ്ത്രീയ പരിശോധന, അതേപോലെ തന്നെ ഈ അന്വേഷണം വേഗത്തിൽ നടത്തുക, അതിന് നേരത്തെ ഇത്തരം കേസുകൾ അന്വേഷിച്ച പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യമാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VS ദിനരാജിനെ അന്വേഷണ ഉദ്യോഗസ്ഥനാക്കിയിട്ടുള്ളത്. നേരിട്ട് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ മേൽനോട്ട ചുമതല വഹിക്കുകയും ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ പുരോഗതി വിലയിരുത്തും എന്നുള്ളതും നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരം DCP ദീപക് ദിൻകറിന് മേൽനോട്ട ചുമതല. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.